മൂന്നര പതിറ്റാണ്ടുകൾക്കപ്പുറം കേരളക്കര ഒന്നാകെ ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിന്നു പെരുമൺ തീവണ്ടി അപകടത്തിൽ. ജൂലൈ 8 പെരുമൺ ദുരന്തത്തിന്റെ ഓർമ്മ ദിവസമാണ്. 37 വർഷങ്ങൾക്കിപ്പുറം ആ വെള്ളിയാഴ്ചയുടെ അടയാളം ഇന്നും മരണത്തിലേക്ക് കൂകി വിളിച്ചു പാഞ്ഞ ഐലൻഡ് എക്സ്പ്രസ് ആണ്. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇരുണ്ടുമൂടിയ വാനം, ചെറിയ ചാറ്റൽ മഴ. സമയം ഉച്ചയ്ക്ക് 12:20. ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിലൂടെ അനായാസമായി കടന്നു പോകാനൊരുങ്ങവേ പൊടുന്നനെ പാളം തെറ്റി അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിലേക്ക്. ഒരു ശ്വാസോച്ഛ്വാസത്തിനും വേഗമേറെ ഹൃദയമിടിപ്പിനുമിടയിൽ മരണം കവരുന്നത് പോലും അറിയാതെ മുങ്ങിത്താണത് 105 പേർ. ജൂലൈ 8 കേരളം കണ്ട എക്കാലത്തെയും വലിയ പെരുമൺ തീവണ്ടി ദുരന്തം. 105 പേരുടെ ജീവനെടുത്ത 200-ലേറെ പേർക്ക് പരിക്കേറ്റ സംഭവം. എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം 14 ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്നയുടൻ പരിസരത്തെ മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളുമായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ബോഗികൾ ഉയർത്തുന്നതിനുള്ള റെയിൽവേയുടെ ശ്രമങ്ങൾ സമയബന്ധിതമായി വേണ്ട പോലെ വിജയം കണ്ടില്ല. ദിവസങ്ങളോളമുള്ള പരിശ്രമങ്ങൾ തുടരുമ്പോൾ പെരുമണ്ണിന്റെ കാറ്റിൽ അഴുകിയ മൃതദേഹങ്ങളുടെ ദുർഗന്ധമായിരുന്നു. നിരവധി ഊഹാപോഹങ്ങളും നിഗമനങ്ങളുമുണ്ടെങ്കിലും പെരുമൺ തീവണ്ടി ദുരന്ത കാരണം ഇന്നും അവ്യക്തമാണ്. അപകടം നടന്നത് ചുഴലിക്കാറ്റ് മൂലമാണെന്ന് അന്വേഷണ സംഘം. എന്നാൽ അത്തരമൊരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ. ചുഴലിക്കാറ്റ് അവകാശവാദം ശരിവയ്ക്കുന്ന നാശനഷ്ടം പോലും സമീപ പ്രദേശങ്ങളിൽ എവിടെയും ഉണ്ടായിട്ടില്ലെന്നത് വസ്തുത. എഞ്ചിൻ പാളം തെറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബോഗികൾ കൂട്ടിയിടിച്ച് അഷ്ടമുടിക്കായലിലേക്ക് വീഴുകയാണ് ഉണ്ടായതെന്നാണ് റെയിൽവേ ഒഴികെ പല വിദഗ്ധരും പറഞ്ഞത്. തുടരന്വേഷണങ്ങൾ പലതു നടന്നു. വലിയ തീവണ്ടി അപകടങ്ങൾക്ക് പിന്നീടും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പെരുമൺ ദുരന്തം കേരളത്തിന് ഞെട്ടലുള്ള ഓർമ്മയാണ്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.